നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. നോവായി അനഘ. രജിസ്റ്റർ വിവാഹം ചെയ്ത യുവാവിന്റെ ഭീഷണിയിൽ ജീവനൊടുക്കിയ അനഘയുടെ സംസ്കാരം നടത്തി. രാസലഹരിയുമായി സ്കൂബ ഡൈവർ പോലീസിന്റെ പിടി. കേലപ്പിള്ളിയിൽ നിന്നാണ് 20 ഗ്രാം രാസലഹരിയും മോട്ടോർ സൈക്കിളും സഹിതം വാഹനങ്ങൾക്കടിയിൽ റോഡിൽ അമർന്നുണ്ടായ കൗതുക രൂപങ്ങളെ കാഴ്ച അനുഭവമാക്കി അവതരിപ്പിക്കുകയാണ് ഫോട്ടോഗ്രാഫി ആർട്ടിസ്റ്റ് രഞ്ജിത്ത് മാധവൻ. കേരള ലളിതകലാ അക്കാദമി തൃശൂർ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന രൂപാന്തരങ്ങൾ എന്ന കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനമാണ് ശ്രദ്ധേയമാകുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വയോജന ക്ലബിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഉള്ളൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചരമവാർഷികത്തിന്റെ ഭാഗമായി 4 ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ഇരിഞ്ഞാലക്കുട പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ലോലിത ആന്റണി ആഗ്ര ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മുത്തർത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നോവായി അനഘ. രജിസ്റ്റർ വിവാഹം ചെയ്ത യുവാവിന്റെ ഭീഷണിയിൽ ജീവനൊടുക്കിയ അനഘയുടെ സംസ്കാരം നടത്തി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. രഹസ്യ വിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്നാരോപിച്ച് യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ മാസം 9-ന് മാതൃ സഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഒല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുൻപ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി. മുൻപ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണ നിശ്ചയവും നടത്തി. തുടർന്ന് യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. അസഭ്യവർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്കായി റഫർ ചെയ്യുകയായിരുന്നു. അനഘയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് SHO V സജീഷ് കുമാർ അറിയിച്ചു. പറഞ്ഞ് കല്യാണം ഉണ്ടാക്കി രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് പിന്നെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കി. അവർക്ക് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അവർ എൻ്റെ മോളെ കൊന്നു കളഞ്ഞു. എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി. അവരുടെ സ്വപ്നങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവരെ ഒന്നും ചെയ്യാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ 1 മണിക്ക് മരിച്ച കുട്ടീനെ ഇന്ന് നേരമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസുകാരോട് ചോദിക്കുമ്പോൾ കുട്ടി മരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വരാൻ മൊഴി എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തോരം ഓടിച്ചു എന്നറിയുമോ. ഐസിയിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ FIR കിട്ടാൻ വേണ്ടി 2 മണിക്കൂർ നേരം അവിടെ വെയിറ്റ് ചെയ്യിച്ചു. അവർ 3 ദിവസം കഴിഞ്ഞിട്ട് FIR ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ നടക്കാത്ത സ്ഥലമല്ലേ, പരാതി കൊടുക്കാത്ത സ്ഥലമല്ലേ. SP ഓഫീസിൽ പോയി കുറേ നേരം ഇരുന്നു. ഇവിടെ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കുന്നത്. എവിടേക്കോ ഈ അച്ഛന് വയ്യ, ഈ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഈ അച്ഛനും ബന്ധുക്കളും ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും ഓടി നടന്നു. ഇനിയും നമുക്കൊരു നീതി
രാസലഹരിയുമായി സ്കൂബ ഡൈവർ പോലീസിന്റെ പിടിയിൽ. തേലപ്പള്ളിയിൽ നിന്നാണ് 20 ഗ്രാം രാസലഹരിയും മോട്ടോർ സൈക്കിളും സഹിതം ചേർപ്പ് സ്വദേശിയെ പിടികൂടിയത്. രാസലഹരിയുമായി സ്ക്യൂബ ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേലപ്പള്ളിയിൽ നിന്നുമാണ് 20 ഗ്രാം രാസലഹരിയും മോട്ടോർ സൈക്കിളും സഹിതം യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ഇരിങ്ങാലക്കുട പോലീസും ചേർന്ന് പിടികൂടിയത്. ചേർപ്പ് സ്വദേശി ശ്യാമിനെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സി ബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ISHO അനീഷ് കരീം, SIമാരായ ക്ലീറ്റസ്, പ്രസന്നകുമാർ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ, TR ഷൈൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ്, PX സോണി, MV മാനുവൽ, KJ ഷിൻഡോ, AB നിഷാന്ത്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ SCPOമാരായ KV ഉമേഷ്, AK രാഹുൽ, CPOമാരായ അഭിലാഷ്, ലൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് പ്രതി രാസലഹരി കൊണ്ടുവന്നത്. രാസലഹരി കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. ഇയാൾ സ്കൂബ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ആർക്കൊക്കെയാണ് ഇയാൾ വിൽപ്പന നടത്തുന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വാഹനങ്ങൾക്കടിയിൽ റോഡിലമർന്നുണ്ടായ കൗതുക രൂപങ്ങളെ കാഴ്ച അനുഭവമാക്കി അവതരിപ്പിക്കുകയാണ് ഫോട്ടോഗ്രാഫി ആർട്ടിസ്റ്റ് രഞ്ജിത്ത് മാധവൻ. കേരള ലളിതകലാ അക്കാദമി തൃശൂർ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന രൂപാന്തരങ്ങൾ എന്ന കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനമാണ് ശ്രദ്ധേയമാകുന്നത്. ചാലക്കുടി സ്വദേശിയായ രഞ്ജിത്ത് വഴികളിൽ കണ്ട വിചിത്രങ്ങളാണ് ഇവ. ചക്രങ്ങളുടെ അടിയിൽ അമർന്നിറഞ്ഞു മാറിപ്പോയ രൂപാന്തരങ്ങളിൽ ചിലത്, വാഹനങ്ങൾക്കടിയിൽ പ്രാണനറ്റുപോയ ജീവികൾ, പൊഴിഞ്ഞു വീണ പഴവും കായും, ആരോ വലിച്ചെറിഞ്ഞ അചേതനങ്ങളായ വസ്തുക്കൾ എല്ലാം ഇവയിലുണ്ട്. നിരന്തരം പലതരം വാഹനങ്ങൾ കയറിയിറങ്ങി വഴിയിൽ കിടന്നവയെ ക്യാമറയിൽ പകർത്തി അവതരിപ്പിക്കുമ്പോൾ അവയെല്ലാം അമൂർത്ത ചിത്രങ്ങളായി മാറുന്നു. പത്രപ്രവർത്തകനും സ്വതന്ത്ര ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് പല വഴികളിലൂടെ നടന്നും സൈക്കിളിലുമാണ് പ്രാദേശികമായ കൗതുകങ്ങൾ തേടിയിരുന്നത്. വേഗം കുറഞ്ഞ തൻ്റെ ഏക സഞ്ചാരങ്ങളിലാണ് പലയിടത്തും വഴിയിൽ അമർന്നു കിടന്ന അമൂർത്ത രൂപങ്ങളെ രഞ്ജിത്ത് കണ്ടത്. അവയിലും കലയുടെ കൗതുകമുണ്ടെന്ന വിശദീകരണമാണ് രൂപാന്തരങ്ങൾ എന്ന ഫോട്ടോ പരമ്പരയിലെ ഓരോ ചിത്രങ്ങളും. ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, കലാ ചരിത്ര ഗവേഷക കവിത ബാലകൃഷ്ണൻ, സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ എന്നിവർ സന്നിഹിതരായി. ജൂലൈ 30 വരെ പ്രദർശനമുണ്ടാകും. രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രദർശന സമയം. ഫോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലും പുതുമയുള്ള കൗതുകമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു അന്വേഷണമാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എന്നെ എത്തിച്ചത്. ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ജോലിക്കായിട്ട് പോകുന്ന വഴികളിലുമൊക്കെ കാണുന്ന കാഴ്ചകളിലെ കൗതുകങ്ങൾ, വിചിത്രമായിട്ടുള്ള രൂപങ്ങളാണ് ഞാനിവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വയോജന ക്ലബിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് സെക്രട്ടറി AK രാജൻ അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് TD ശ്രീധരൻ, 20ാം വാർഡ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപാലൻ വാക്കയിൽ, സെക്രട്ടറി സരള സന്മുഖൻ, ആയുർവേദ ഹോമിയോ ഡോക്ടർമാരായ കാർത്തിക് കൃഷ്ണൻ, PC പ്രമോദ്, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ വയോജന ക്ലബ്ബ് വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ തെളിവാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ തന്നെ നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു.
കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിൻ്റെ ഭൂപടം അയച്ചു നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അർജുൻ സുരേഷ്, എൻജോയ് വല്ലച്ചിറ, കെൽവിൻ തെക്കേത്തല, ആന്റണി, ബിബിൻ എന്നിവർ സന്നിഹിതരായി. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചരമവാർഷികത്തിന്റെ ഭാഗമായി 4 ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചരമവാർഷികത്തിന്റെ ഭാഗമായി 4 ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സബർമതി ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ജോസഫ് ടാജിറ്റും, കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ഷാജി കോടങ്കണ്ടത്തും, പഠന സഹായ വിതരണം കോർപ്പറേഷൻ കൌൺസിലർ സുനിൽ രാജും നിർവഹിച്ചു. NP രാമചന്ദ്രൻ, ശശി പോട്ടയിൽ, TV ചന്ദ്രൻ, CO ജേക്കബ്, KR ഔസേഫ്, ജോബി ജോൺ എന്നിവർ പ്രസംഗിച്ചു. 24 മണിക്കൂർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മഹത് വ്യക്തിത്വം, സ്വന്തം ആരോഗ്യവും പോലും തടവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യ സ്നേഹി. മരിയാപുരം ബിഷപ്പ് LP സ്കൂളിലേക്ക് കളിക്കോപ്പുകൾ, പിന്നെ കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, ഭക്ഷ്യക്കിറ്റ് വിതരണം ഒരു 59 പേർക്ക്. ആ നവോത്ഥാനം, ആ ഡെഫിനീഷൻ അഥവാ രാഷ്ട്രീയത്തിന് നൽകിയ നവോത്ഥാന ഡെഫിനീഷൻ തൻ്റെ ജീവിതത്തിൽ കൂടി പകർത്തിക്കൊണ്ട് പല കോണുകളിലും ഞങ്ങളുടെ കാലിന്റെ സ്പർശം നമുക്ക് എത്തിക്കാൻ സാധിച്ചു. ഏകദേശം 100ഓളം. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ഇരിഞ്ഞാലക്കുട പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ലോലിത ആന്റണി ആഗ്ര ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, കൈക്കാരൻ ഡോൺ കല്ലൂക്കാരൻ, ശതാബ്ദി കമ്മിറ്റി കൺവീനർ നെപ്പോ ചിറമൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോജു മഞ്ഞളി, മറ്റ് കൈക്കാരന്മാർ എന്നിവരും ഇടവക ജനങ്ങളും സന്നിഹിതരായി. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ സേവനങ്ങൾ എല്ലാ പോസ്റ്റ് ഓഫീസ് വഴി ഞങ്ങൾ നൽകുന്നുണ്ട്. അത് എത്രത്തോളം ഇടവകാംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മുത്രത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് തൃശൂർ ഐവിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി 100 പേർ നേത്രദാന സമ്മതപത്രം സമർപ്പിച്ചു. 100 പേരുടെ രക്തദാന സേന രൂപീകരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് MK നാരായണൻ, സെക്രട്ടറി മണി ബാലൻ, ഐവിഷൻ ആശുപത്രി PRO VV വിഷ്ണു, പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ, ട്രഷറർ TL ജോൺസൺ, VK ശിവരാമൻ, ജയകുമാർ, VK ഹരിദാസ്, ലോന ആന്റണി, PI വേലായുധൻ, ജോസ് ആന്റണി, VK വാസുദേവൻ, KK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് വളരെ ചുരുങ്ങിയ കാലമായിട്ട് ഇവിടെ രൂപീകൃതമായത്. എന്നാലും വളരെ വിവിധമായ പരിപാടികൾ, അതായത് സാധാരണക്കാർക്കും അവശർക്കും രോഗികൾക്കുമായി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു നേത്ര പരിശോധന ക്യാമ്പ്. നമുക്കറിയാലോ, ട്രസ്റ്റ് നിങ്ങളുടെ ഏവരുടെയും സഹായം കൊണ്ടും സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത്. ട്രസ്റ്റിന് ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരം പബ്ലിക് ഫംഗ്ഷൻസ് അല്ല, മറിച്ച് വീൽ ചെയർ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, അവരെ എയർബെഡ്, കട്ടില്. സ്നേഹസ്പർശം പാലിയേറ്റീവ് എന്നൊരു ഉദ്ദേശം വന്നത് തന്നെ 2018 വെള്ളപ്പൊക്കവും അതിനെ തുടർന്ന് ഉണ്ടായ കോവിഡിന്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ പല കുടുംബങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നപ്പോൾ കയ്പമംഗലം ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശ്ശേരി വീട്ടിൽ സുബിതയെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ.
ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശ്ശേരി വീട്ടിൽ സുബിതയെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് അയൽവാസിയായ കൊച്ചിക്കാട്ട് വീട്ടിൽ സത്യഭാമയുടെ മാല പൊട്ടിച്ചെടുത്തത്. വീട്ടുമുറ്റത്ത് വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരുന്ന സത്യഭാമയുടെ പുറകിലെത്തിയ സുബിത മാല പൊട്ടിച്ചെടുത്ത ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മുളകുപൊടി ലക്ഷ്യം മാറി നൈറ്റിയിൽ വീണതിനാൽ ആളെ തിരിച്ചറിഞ്ഞ വീട്ടമ്മ ശബ്ദമുണ്ടാക്കിയതോടെ യുവതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, SIമാരായ KS സൂരജ്, സജീഷ്, VM ബിജു, PV ഹരിഹരൻ, ASI PK നിഷി, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, പ്രിയ, CPO ഗിൽബർട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടകര റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ 2024-25 കാലയളവിലേക്കുള്ള സ്ഥാനാരോഹണം നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനൂപ് K ദിനേശൻ അധ്യക്ഷത വഹിച്ചു. കൊടകര റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ 2024-2025 കാലയളവിലേക്കുള്ള സ്ഥാനാരോഹണം നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് അനൂപ് K ദിനേശൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഹൗസ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ നിർവഹിച്ചു. പ്രസിഡന്റായി PA അഭിലാഷ്, സെക്രട്ടറിയായി VV ബോബിഷ് എന്നിവർ സ്ഥാനമേറ്റു. കൊടകര നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊടകര മേൽപ്പാലത്തിന്റെ അടിയിൽ ഒരു ട്രാഫിക് ഐലൻഡ് പണിത് നൽകാനും വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പഞ്ചായത്ത് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ഹെൽത്ത് അവയർനെസ് ക്ലാസുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ ഖത്തർ ഓണററി ട്രേഡ് കമ്മീഷണറായി തിരഞ്ഞെടുത്ത ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി CEO KS കൊച്ചുമോൻ, M ബോണി, ലയൺസ് ക്ലബ്ബ് കൊരട്ടി പ്രസിഡന്റ് KK ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വരന്തരപ്പള്ളി CJM ഹയർ സെക്കൻഡറി സ്കൂളിൽ കിരണം കലോത്സവം സംഘടിപ്പിച്ചു. കൂടിയാട്ട കലാധ്യാപിക കലാമണ്ഡലം കവിത ഗീതാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗീത ദിനത്തിൽ സ്കൂളിൽ മാതാപിതാക്കൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിജയികളായ സിജോ മോൻ തോട്ട്യാൻ, VC നീതു എന്നിവർക്ക് സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ സമ്മാനദാനം നടത്തി. കിരണം കലോത്സവത്തിന് പേര് നിർദ്ദേശിച്ച വിദ്യാർത്ഥി CS അഹല്യയ്ക്ക് PTA പ്രസിഡന്റ് PC ജോസ് സമ്മാനം നൽകി. പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പാൾ ബെജിൻ പ്രിൻസ്, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻ C ബിജു, അധ്യാപകരായ ജൽമ K കിഴക്കൂടൻ, ജെലിപ്സ് പോൾ, ജമ്മ വർഗീസ്, K ഗായത്രി സോമൻ എന്നിവർ സംസാരിച്ചു. മത്സരങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കാത്തിരിക്കുകയാണ്. സ്റ്റേജിലേക്ക് ഇനി നമുക്ക് വിസിലടിക്കുകയും സ്റ്റേജിലേക്ക് കയറാനായിട്ട് പലതവണ നമ്മള് സ്റ്റേജിലെ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു നല്ല കലാകാരനോ അല്ലെങ്കിൽ ഒരു കലാകാരിയോ ആയിത്തീരുന്നത്. കേരള കലാമണ്ഡലത്തിലാണ് എന്റെ കലാപഠനം പൂർത്തിയാക്കിയത്. നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളം കലകളുടെ കാര്യത്തിൽ ഒട്ടും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒട്ടും പുറകിലല്ല എന്നത് മാത്രമല്ല ഒട്ടേറെ മുന്നിലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പഠനത്തെക്കാട്ടും വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണിത്. നിങ്ങളുടെ ഉള്ളിലുള്ള അന്തർലീനമായി കിടക്കുന്ന സർഗാത്മകതയെ വരന്തരപ്പള്ളി CJM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായി അസംബ്ലിയിൽ ദീപശിഖ തെളിയിക്കുകയും റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. അസംബ്ലിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒളിമ്പിക്സ് സന്ദേശം വായിക്കുകയും ചെയ്തു. പ്രധാനാധ്യാപകൻ ജോബൽ V ജോസഫ്, പ്രിൻസിപ്പാൾ ബെജിൻ പ്രിൻസ്, UP പ്രധാനാധ്യാപകൻ സെബി, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻ C ബിജു, അധ്യാപകരായ ജൽമ K കിഴക്കൂടൻ, ജെലിപ്സ് പോൾ, ജമ്മ വർഗീസ്, കായികാധ്യാപകൻ അൽജോ V ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കേരള ടീമിനെ പ്രതിനിധീകരിക്കുക മാത്രമല്ല കേരള ടീമിന്റെ 14 വയസ്സ് താഴെയുള്ള വിഭാഗത്തിന്റെ ആൺകുട്ടികളുടെ കേരള ടീം ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും കയ്യൊരു ചുരുട്ടിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞ് ഒളിമ്പിക്സിൽ ഇന്ത്യ വിജയിക്കട്ടെ. ഒളിമ്പിക്സ് മത്സരം അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ വിളംബര റാലി സംഘടിപ്പിക്കുന്നത്. DYFI കൊടകര ബ്ലോക്ക് തല ജൈവ പച്ചക്കറി കൃഷി ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ അധ്യക്ഷത വഹിച്ചു.
CPIM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു, CK ശ്രീജിത്ത്, CV സുധ, ED ദിലീഷ്, TS അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര BKMU ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കപ്പ കൃഷി ആരംഭിച്ചു. കടമ്പോട് KV ഷൈജുവിന്റെ പുരയിടത്തിലെ അരയേക്കർ സ്ഥലത്ത് തുടങ്ങിയ കൃഷി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. KV ഷൈജു അധ്യക്ഷത വഹിച്ചു. ഉഷ മാണി, IK സലീഷ് കുമാർ, KV ഷാജു, അയ്യപ്പൻ പുതുക്കാടൻ, PG ശ്രീജിത്ത്, KN ലിജോ എന്നിവർ നേതൃത്വം നൽകി. BKMU ലോക്കൽ സെക്രട്ടറി NA അജീഷ്, മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജോയിന്റ് സെക്രട്ടറി PC സാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ ഇപ്പോൾ ഒരു 14ാമത്തെ സ്ഥലത്താണ് ഇതുപോലെ ഈ കൃഷി തുടങ്ങിയിട്ടുള്ളത്. PKMന്റെ മണ്ഡലം കമ്മിറ്റി വളരെ ഊർജ്ജസ്വലമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങളിൽ കൃഷി ചെയ്യുന്ന മണ്ഡലം കമ്മിറ്റിയായിട്ട് മാറിയിട്ടുണ്ട്. കോടാലി SSF 31ാമത് തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവം നടന്നു. കവിയും എഴുത്തുകാരനുമായ KR ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ യൂനുസ് വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളിലായി 11 വേദികളിൽ 180 ഇനങ്ങളിലായാണ് മത്സരം നടന്നത്. പ്രോഗ്രാം കൺവീനർ സിറാജ് അദനി, ഡിവിഷൻ സെക്രട്ടറി സഖദ് ഫൈസാനി എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ LD ക്ലാർക്ക് മോഡൽ പരീക്ഷ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 31 നടത്തുന്ന LD ക്ലാർക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായി നടത്തുന്ന മോഡൽ പരീക്ഷയുടെ 2ാം ഘട്ട പരീക്ഷ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. വികസനകാര്യ സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, വാർഡ് അംഗം CD CB എന്നിവർ പങ്കെടുത്തു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8078207598. അതൊക്കെ 2-3 പ്രാവശ്യം ഓക്കെ ആയിരിക്കും. 2-3 പ്രാവശ്യം എക്സാം പേപ്പർ കാണുന്നുള്ള ടെൻഷനും പബ്ലിക് കാണുന്നുള്ള ടെൻഷനൊക്കെ മാറും. പിന്നെ ഈസിയായിട്ട് എക്സാം എഴുതാൻ കഴിയും. പുതുക്കാട് തെക്കേത്തുറവ് NSS വനിതാ സമാജത്തിന്റെയും കരയോഗത്തിന്റെയും നേതൃത്വത്തിൽ രാമായണ മാസാചരണവും രാമായണ പാരായണവും സംഘടിപ്പിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ഗൗരി ശശി, സെക്രട്ടറി സുവിത രാജൻ, ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രിക മുകുന്ദൻ, ശോഭ രഘുനാഥ് എന്നിവർ നേതൃത്വം നൽകി. ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. തന്ത്രി പ്രതിനിധി മണികണ്ഠൻ, ക്ഷേത്ര മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ പൂജകൾ, ആനയൂട്ട്, അന്നദാനം എന്നിവയും ഉണ്ടായി. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. നെടുമ്പാൾ ഞാറ്റുവെട്ടി കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഷിജിൽ കുമാർ, ഷിനിലാൽ എന്നിവർ മക്കളും നിഷ, ഷിജിൽ, മോഹൻലാൽ എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ മാനിയങ്കര പരേതനായ വാസു ഭാര്യ പാറുക്കുട്ടി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ശേഖരൻ, സുനിത എന്നിവർ മക്കളും ഷീല, സിദ്ധാർത്ഥൻ എന്നിവർ മരുമക്കളുമാണ്. ഇഞ്ചക്കുണ്ട് എടത്തിനാൽ ആഗസ്തി ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസമ്മ, തങ്കച്ചൻ, മാണി എന്നിവർ മക്കളും പോൾ, ആലീസ്, പോൾമി എന്നിവർ മരുമക്കളുമാണ്. ആമ്പല്ലൂർ വടക്കുമുറി കുറുവീട്ടിൽ സോമൻ ഭാര്യ സുപ്രിയ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നോവായി അനഘ. രജിസ്റ്റർ വിവാഹം ചെയ്ത യുവാവിന്റെ ഭീഷണിയിൽ ജീവനൊടുക്കിയ അനഘയുടെ സംസ്കാരം നടത്തി. രാസലഹരിയുമായി സ്കൂബ ഡൈവർ പോലീസിന്റെ പിടി. തേലപ്പള്ളിയിൽ നിന്നാണ് 20 ഗ്രാം രാസലഹരിയും മോട്ടോർ സൈക്കിളും സഹിതം
വാഹനങ്ങൾക്കടിയിൽ റോഡിൽ അമർന്നുണ്ടായ കൗതുക രൂപങ്ങളെ കാഴ്ച അനുഭവമാക്കി അവതരിപ്പിക്കുകയാണ് ഫോട്ടോഗ്രാഫി ആർട്ടിസ്റ്റ് രഞ്ജിത്ത് മാധവൻ. കേരള ലളിതകലാ അക്കാദമി തൃശൂർ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന രൂപാന്തരങ്ങൾ എന്ന കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനമാണ് ശ്രദ്ധേയമാകുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വയോജന ക്ലബിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചരമവാർഷികത്തിന്റെ ഭാഗമായി 4 ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ഇരിഞ്ഞാലക്കുട പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ലോലിത ആന്റണി ആഗ്ര ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മുത്തർത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.